ആരെങ്കിലും പറ്റിച്ച് സ്വന്തം കുടുംബം നന്നാക്കി ജീവിക്കാനല്ല രഘു ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങളെ കൂടി അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു കാരണം കൊണ്ട് മാത്രം രഘു എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരനായി മാറുകയും ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞു പോയതൊന്നും ചിക്കി ചെയ്യാൻ നോക്കരുതെന്ന് ആദ്യം ആമി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ അതൊക്കെ കുത്തിപ്പൊക്കാനും ചിക്കി ചെയ്യാനും നിന്നാ സ്വർണ്ണക്കടത്തുകാരുടെ കത്തിമുനയിൽ ആദ്യം തീരുന്നത് ആദ്യം തന്നെയായിരിക്കും. ഞാൻ പറയാതെ തന്നെ ആമിക്ക് അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നതിന്റെ കാരണം അതൊന്നും അല്ല. രഘുവേട്ടന്റെ മനസ്സിലെ നന്മ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് രഘുവേട്ടന് സമാധാനമായിട്ടൊരു ജീവിതം കിട്ടാൻ കൂടി വേണ്ടിയാ. പണത്തിന്റെ കണക്കും പറഞ്ഞ് ഞാൻ രഘുവേട്ടനെ ചോദ്യം ചെയ്താ ആ മനുഷ്യൻ എന്നെ വെറുക്കുമല്ലോ എന്ന് കരുതി എല്ലാം മറന്ന് കുടുംബത്തിന് വേണ്ടി ജീവിക്കുമല്ലോ എന്ന് ഓർത്തു. മോളുടെ മനസ്സിന്റെ നന്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല മാഷെ, പോവാ. മോളെ, പറഞ്ഞതൊന്നും മറക്കണ്ട. എനിക്ക് 5 പെൺമക്കളാണ്. ആ കൂട്ടത്തിൽ ഒരാളായാണ് മോളെ ഞാൻ കാണുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. ഒരച്ഛന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. നന്ദി. എന്നാലും മാഷെ, ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഞാൻ പോകുക. ഇറങ്ങട്ടെ.